Good morning to all. Good morning, ma'am. Okay. നമ്മള് CSST ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് അല്ലേ കഴിഞ്ഞ ക്ലാസ്സില് CSST സ്റ്റാർട്ട് ചെയ്തില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ആ ഇൻട്രൊഡക്ഷൻ ഭാഗം കുറച്ച് മാത്രമല്ലേ പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു CSST എന്ന് പറഞ്ഞത്? എന്താണ് ഒരു CSST ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലില്? അവിടെ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നത്? ആ CSSD-യുടെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞേ ആരെങ്കിലും ഒരാള്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഇനി ഇവിടെ എന്താ കൈകാര്യം ചെയ്യുന്നത്? എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു CSSD ഡിപ്പാർട്ട്മെന്റ്? എല്ലാ ഇൻസ്ട്രുമെന്റും സ്റ്റെറൈൽ ചെയ്യാൻ. സ്റ്റെറിലൈസ് ചെയ്യാൻ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉപയോഗിച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് വളരെ സേഫ് ആയിട്ട് നമ്മൾ പിന്നെയും ആ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലും അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് തന്നെ കൈമാറുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSST അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പേരിൽ നിന്ന് തന്നെ പഠിക്കാലോ, ഒരു സെൻട്രൽ ആയിട്ടുള്ള ഒരു ഏരിയ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെറൈൽ ചെയ്യുക. എന്നിട്ട് എന്താണ്? എക്യുപ്മെന്റ്സിനെ സ്റ്റെറിലൈസേഷൻ, അതാണ് സ്റ്റെറൈൽ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്തു സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, സപ്ലൈ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? അതിൽ ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞേ? ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞത്? എന്താണ് പറഞ്ഞേ? ഇൻട്രൊഡക്ഷനിൽ എന്താണ് പറഞ്ഞേ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ശ്രദ്ധിച്ചിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സില്?
ആരുമില്ല? എന്താ പറഞ്ഞത്? CSSD എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത്? എന്താ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിന്റെ ഒക്കെ കാര്യമല്ല പറഞ്ഞത്, ആണോ? അതെ. അതെ, മറന്നുപോയോ? ഓക്കെ, എന്നാൽ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് ഇന്നത്തെ പോർഷൻസിലേക്ക് പോവാം കേട്ടോ. ഓക്കെ, ഇൻട്രൊഡക്ഷനിൽ എന്താ പറഞ്ഞത്? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അല്ലെ? ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണം, അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു വ്യൂവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ CSSD ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഉപയോഗിക്കുന്ന എല്ലാ സർജിക്കൽ എക്യുപ്മെന്റ്സിനെയും എന്ത് ചെയ്യണം? ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം, അല്ലെങ്കിൽ അണുനശീകരണം നടത്തണം, വേണ്ടേ? അപ്പൊ അത് ഏറ്റവും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏതൊരു ഹോസ്പിറ്റലിൽ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ സർജറീസ് പോലെയുള്ള കാര്യങ്ങൾ പെർഫോം ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ? അപ്പൊ ആ എക്യുപ്മെന്റ്സിലൊക്കെ ഇങ്ങനെയുള്ള കണ്ടാമിനേഷൻസ്, മൈക്രോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടാമിനേഷൻ ഇടയാവുന്നു. അങ്ങനെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുമ്പോൾ ആ സർജറി ചെയ്ത ആ ഒരു വൗണ്ട് അല്ലെങ്കിൽ ആ ഒരു മുറിവില് അവിടെ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ഇൻഫെക്ഷൻ, അതായത് സർജറി ചെയ്ത ആ ഒരു ഏരിയയിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ SSI എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസ് ആ ഒരു സർജറി ചെയ്ത ഏരിയയിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ ആണല്ലോ. അപ്പൊ ആ ഇൻഫെക്ഷൻസ് വരാതിരിക്കണമെങ്കിൽ അതിന് നമ്മൾ എന്തൊക്കെ കൺട്രോൾ മെഷേഴ്സ് ആണ് ചെയ്യേണ്ടത്? ഏറ്റവും അടിസ്ഥാനപരമായിട്ടും ഏറ്റവും എന്താണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും അംഗീകൃതമായിട്ടുള്ള ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെന്റ്സുകളും എന്ത് ചെയ്യുക? സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ? അപ്പൊ അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്താൽ മാത്രമേ ആ ഒരു സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻസിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് അത്ര മാത്രമാണ് പറഞ്ഞത്. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ എന്താണ് CSSD എന്നാണ് പറഞ്ഞത് അല്ലെ? നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കിട്ടേ ഉള്ളൂ, ശ്രദ്ധിക്കുക. CSSD എന്ന് പറഞ്ഞാൽ എന്താ? The CSSD consists of those services within a hospital which accepts, stores, process, distributes and controls professional supplies and equipment, both sterile and non-sterile, and from all departments of the hospital for the care and the safety of patients. ഇപ്പൊ ഇവിടെ CSSD എന്ന് പറയുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചതായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു. കിട്ടിയോ? അക്സെപ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യും? അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സുകളിലൂടെ കടത്തിവിടുന്നു. അങ്ങനെ സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സിലൂടെ കടത്തിവിട്ട് അത് എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വളരെ ക്ലീൻ ആക്കി വെക്കുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു? അതാത് ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഓരോ ഐറ്റംസും വന്നത് അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇന്ന ഇന്ന ഐറ്റംസ് ആണ് നമ്മൾ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നിരിക്കുന്നത് എന്നുള്ള റെക്കോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതാത് ഡിപ്പാർട്ട്മെന്റ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണോ ഈ CSSDയിലേക്ക് വന്നിരിക്കുന്നത് ആ സെയിം ഐറ്റംസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഈ സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സ് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കണം അല്ലെ? അപ്പൊ അങ്ങനെ അതേ ഐറ്റംസ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സുകൾ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? തിരിച്ച് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് കൊടുക്കും, ഡിസ്ട്രിബ്യൂഷൻ നടത്തും അല്ലെങ്കിൽ വിതരണം നടത്തും. Okay, and controls professional supplies and equipment, both sterile and non-sterile. അല്ലെ? അണുവിമുക്തമായതും അണുവിമുക്തമല്ലാത്തതുമായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒരു കൺട്രോൾ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ? നിയന്ത്രണം. കാരണം എന്താണ്? ഇവിടെ ഒരു എക്യുപ്മെന്റ് അവിടേക്ക് വരുന്ന സമയത്ത് അത് എങ്ങനെയാണ്? നോൺ സ്റ്റെറൈൽ ആണ്, അണുവിമുക്തമല്ല അല്ലെ? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് വരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് വരുന്നത്. ഇനി ഇവിടുത്തെ ആ ഒരു പ്രോസസ്സ്, സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന എക്യുപ്മെന്റ്സ് എങ്ങനെയാണ്? സ്റ്റെറൈലാണ് അല്ലെ? അണുവിമുക്തമായവയാണ് നമ്മൾ തിരിച്ചിവിടെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് സ്റ്റെറൈൽ ആയിട്ടുള്ളവയെയും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ളവയെയും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഒരു അത് രണ്ട്
എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞ ഫ്രം ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല, ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ സ്റ്റെറിലൈസേഷനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ ഈ CSST നടക്കുന്നുണ്ട്. ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സുകൾ ചെയ്യുന്നത്? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യൻസ്. പേഷ്യൻസിന്റെ കെയർ അല്ലെ, അവരുടെ ആ ഒരു പരിചരണം, ആ പേഷ്യൻസിൽ വരുന്ന ആ ഒരു പേഷ്യന്റിന്റെ ആരോഗ്യകരമായിട്ടുള്ള പരിചരണത്തിന്, അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള സ്റ്റെറിലൈസേഷൻ പോലെയുള്ള മെത്തേഡുകളിലൂടെ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. അപ്പൊ CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത് പേഷ്യൻസിന്റെ കെയർ ആൻഡ് സേഫ്റ്റി ആണ്. പേഷ്യൻസിന് എപ്പോഴും അവർ വളരെ സുരക്ഷിതരായിരിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു CSST ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല ഏതൊരു ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിലും പേഷ്യൻസിന്റെ കെയർ ആണ് ഏറ്റവും മുഖ്യമായിട്ട് വരുന്നത്. കിട്ടിയോ? CSST വരെ എന്താണെന്ന് വരെ മനസ്സിലായോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് തന്നിട്ടേ. ഓക്കെ, നെക്സ്റ്റ് കണ്ടാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഈ ഒരു CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കുറച്ച് കാര്യങ്ങൾ അവര് നമ്മുടെ ഒരു ലക്ഷ്യമായിട്ട്, അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയുന്നുണ്ട്. നോക്കി, ഫസ്റ്റ് പോയിന്റ് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കി, ഫസ്റ്റ് പോയിന്റ് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ് അല്ലെ. നമ്മൾ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആദ്യത്തെ പോയിന്റിൽ വരുന്നത്. എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇവിടെ വരുന്ന നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അണുവിമുക്തമാക്കാത്തതായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റെറിലൈസേഷൻ പോലെയുള്ള പ്രോസസ്സുകൾ നടത്തി നമ്മൾ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പിന്നീട് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് അല്ലെ. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയതായിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആ ഓരോ അതാത് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഫസ്റ്റ് അവരുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് ഇതിൽ പറയുന്നത്. സെക്കൻഡ് വൺ നോക്കി, ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുമല്ലോ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആണ് സെയിം ആയിട്ട് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവും. നമ്മൾ പറഞ്ഞല്ലോ ഹോസ്പിറ്റൽ അക്യൂട്ട് ഇൻഫെക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു സംഭവം അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. അതാണ് രണ്ടാമതായി പറയുന്നത്. ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റലിൽ വെച്ചുണ്ടാവുന്ന ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതിനെ ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻസ്, ആ ഒരു സംഭവത്തെ കുറയ്ക്കാൻ, അതാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെ കുറയ്ക്കാനായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. ഇങ്ങനെയുള്ള പ്രോസസ്സ് വഴി നമുക്ക് അതിന് സംഭാവന നൽകാൻ പറ്റും അല്ലെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്. കാരണം ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ് ചെയ്യുന്നത് വഴി അത്രയും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവുന്നത് കുറയ്ക്കാനായിട്ട്, ഇൻഫെക്ഷൻ ഉണ്ടാവുന്നതിനെ അത്രയും കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംഭാവന ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു സംഭാവന അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. Third one, okay, to avoid duplication of expensive equipment. Expensive equipment എന്ന് പറഞ്ഞാൽ എന്താ? വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ അല്ലെ, വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകൾ. അവ എന്ത് ചെയ്യാ? ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇരട്ടിപ്പ് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ ഒഴിവാക്കുക. ഇതെന്താ അതിൽ പറയുന്നത്? അതായത് ഹോസ്പിറ്റലിലെ ചില എക്യുപ്മെന്റ്സിന് വളരെ വില കൂടിയ അല്ലെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അത് ഒന്നോ രണ്ടോ പ്രാവശ്യം, ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് നഷ്ടമാണ് ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീടുകളിലാണെങ്കിലും ഓരോ സാധനങ്ങൾ കഴിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? അത് ആ ഒരു ഉപയോഗം കഴിയുമ്പോൾ കളയാണോ ചെയ്യുക? അല്ല, നമ്മൾ അത് ഉപയോഗിച്ച് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക? റീസൈക്കിൾ ചെയ്തെടുക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ലീൻ ചെയ്ത് നമ്മൾ പിന്നെയും അത് തന്നെ ഉപയോഗിക്കും അല്ലെ. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിലും വിലപിടിപ്പുള്ളതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കളഞ്ഞ് മറ്റൊരെണ്ണം വാങ്ങിക്കുക എന്ന് പറയുന്നത് എന്താണ്? പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഒത്തിരി പേര്
പേഷ്യൻസ് വരുന്നുണ്ട്, ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ ഓരോന്നും ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ അത് ആ ഹോസ്പിറ്റലിന് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അങ്ങനെയുള്ള വിലപിടിപ്പുള്ള ഉപകരണങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ സ്റ്റെറിലൈസേഷൻ പോലെയുള്ളവ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ആ എക്യുപ്മെന്റ് തന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എന്താണ് അതിന്റെ ഒരു ഡബിൾ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ അതിന്റെ ഇരട്ടിപ്പിനെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റ് വഴി സാധിക്കുന്നു. CSSD ഇങ്ങനെയുള്ള വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ എന്താണ് ഓരോന്നും വീണ്ടും വീണ്ടും ആ വാങ്ങുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത് വഴി സാധിക്കും. Then fourth point, to keep records of the efficacy of the cleaning, disinfection and sterilization process. അതുപോലെ തന്നെ അവിടെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നുണ്ട്. ആദ്യം അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ആ വരുന്ന എക്യുപ്മെന്റ്സ് മലിനമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് ക്ലീൻ ചെയ്യുന്നുണ്ട് ആദ്യം. അതിനുശേഷം ഡിസിൻഫെക്ഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അണുനശീകരണം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം അവിടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഓരോ പ്രോസസ്സിലേക്കും കടന്നു പോകുന്നതായിട്ടുള്ള ഓരോ എക്യുപ്മെന്റ്സിന്റെയും റെക്കോർഡുകൾ അവിടെ ഏതൊക്കെയാണ് ക്ലീൻ ചെയ്തത്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് നമ്മൾ ഡിസിൻഫെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെയാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിൽ കടന്നു പോകുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക. അതാണ് ഫോർത്ത് പോയിന്റ് പറയുന്നത്. ഫിഫ്ത് പോയിന്റ് നോക്കി, ടു എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ് കൺട്രോൾസ് നെസസറി ടു അവോയ്ഡ് ക്രോസ് ഇൻഫെക്ഷൻ. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ. മൈക്രോബ്സ് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഐറ്റത്തിൽ നിന്ന് മറ്റൊരിടത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഒരു ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇൻഫെക്ഷൻസ് അങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകരുന്നു അല്ലെങ്കിൽ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള ക്രോസ് ഇൻഫെക്ഷൻസിനെ അവോയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. അപ്പൊ അങ്ങനെയുള്ള ക്രോസ് ഇൻഫെക്ഷൻസിനെയൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ടതായിട്ടുള്ള നടപടിക്രമങ്ങള് എക്സിബിറ്റ് ചെയ്യുകയും ഇമ്പോസ് ചെയ്യുകയും ചെയ്യുക അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുകയും അതിനെ എന്ത് ചെയ്യുക, ഇമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുകയും ചെയ്യുക. Then സിക്സ്ത് പോയിന്റ് നോക്കി, ടു മെയിൻറ്റെയിൻ ആൻ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള എല്ലാ സപ്ലൈസ് അതുപോലെ എക്യുപ്മെന്റുകൾ അവിടെ ആ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആവാം, അതുപോലെ അവിടുന്ന് സപ്ലൈ ചെയ്യുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഒക്കെ ഇൻവെന്ററി എന്ന് പറഞ്ഞ വിവര പട്ടികകള് ആ ഒരു വിവര പട്ടികകൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. Then seventh point നോക്കി, to arrange a safe environment for the patient and the staff. അവിടെ പേഷ്യൻസിനാണ് പ്രധാനമായിട്ടും മുഖ്യമായിട്ടും നമ്മൾ എയിം ചെയ്യുന്നതെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സ്റ്റാഫുകൾക്കും ഇത് ബാധകമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ അവരോടൊപ്പം ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും എന്ത് ചെയ്യുക, ഒരു സേഫ് ആയിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും. ഒന്ന് നോക്കി, ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്, അവിടെ സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, സപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നാമത്തെ പോയിന്റ് അതാണ് പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞ എന്താ, അവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്ന ആ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ആ സംഭവങ്ങളെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകുക. തേർഡ് പോയിന്റ് നോക്കി, ടു അവർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. വിലപിടിപ്പുള്ള ഉപകരണങ്ങൾ അല്ലെ അതിന്റെ ആ ഒരു ഇരട്ടിപ്പ് അല്ലെങ്കിൽ അത് പിന്നെയും പിന്നെയും വാങ്ങുന്നത് ആ ഒരു കാര്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അല്ലെ. നമുക്ക് ആ ഒരു വിലപിടിപ്പുള്ള ഉപകരണം ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുക. ഈ ഒരു CSSD ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിലൂടെ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ പിന്നെയും ആ ഒരു സെയിം എക്യുപ്മെന്റ് തന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ അതിന്റെ ആ ഒരു ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇരട്ടിപ്പ് ഒഴിവാക്കുക. ഫോർത്ത് പോയിന്റ് എന്താ പറഞ്ഞേ, അവിടെ ക്ലീനിങ് നടത്തുന്നത്, അതുപോലെ ഡിസിൻഫെക്ഷൻ ഏതൊക്കെയാണ് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ പ്രോസസ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള റെക്കോർഡുകൾ കീപ്പ് ചെയ്യുക.
ഫിഫ്ത്ത് പോയിന്റ് എന്താ പറയുന്നത്? ക്രോസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് മൈക്രോബ്സ് അല്ലെ, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്കുള്ള മൈക്രോബ്സിന്റെ ട്രാൻസ്ഫർ ആണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുവഴി ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസിനെ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യുക? കൺട്രോൾ മെഷേഴ്സ് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള നടപടിക്രമങ്ങൾ എക്സിബിറ്റ് ചെയ്യുകയും അതിനെ ഇമ്പോസ് ചെയ്യുക, അതിനെ നടപ്പിലാക്കുകയും ചെയ്യുക. സിക്സ്ത് പോയിന്റ് എന്താ പറയുന്നത്? നമ്മള് അവിടെ സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ്, അതുപോലെ തന്നെ അവിടെ ഉപയോഗിക്കുന്നതായിട്ടുള്ള എക്യുപ്മെന്റ്സ് പോലെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചുമുള്ള ഇൻവെന്ററി അല്ലെങ്കിൽ വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുക. സെവൻത് പോയിന്റ്, ലാസ്റ്റ് പോയിന്റ് എന്താണ് പറഞ്ഞത്? അവിടെയുള്ള പേഷ്യൻസിനും അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫുകൾ അല്ലെങ്കിൽ ജീവനക്കാർക്കും അവർക്കൊരു സേഫ് എൻവയോൺമെന്റ്, സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക എന്നുകൂടി ഈ 7 ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആരുടെയാണ്? CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ് ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് ക്ലിയർ ആയോ? Okay. Okay, next one നോക്കി. ഡിസൈനിങ് ഓഫ് എ CSST. ഒരു CSST ഡിപ്പാർട്ട്മെന്റ് ഡിസൈനിങ്, അതിന്റെ ആ ഒരു ഡിസൈൻ എങ്ങനെയായിരിക്കണം വരേണ്ടത് അല്ലെ? നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അതിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം, അതിന്റെ ഡിസൈൻ എങ്ങനെയായിരിക്കണം എന്നൊക്കെ പഠിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇവിടെ ഡിസൈനിങ് ഓഫ് എ CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡിസൈനിങ് എങ്ങനെയാണ് നോക്കി. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSST differs according to hospital management. ആ ഒരു CSST എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത് അത് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെടും. അതായത് ഒരു CSSTയുടെ അവിടുത്തെ ആ ഒരു സൈസ് എങ്ങനെയായിരിക്കണം, അതുപോലെ CSSTയുടെ ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നുള്ളത് ഡിഫർ ചെയ്യാന്ന് പറഞ്ഞാൽ വ്യത്യാസപ്പെടുക അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ചായിരിക്കും. അപ്പൊ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ആ ഒരു അറേഞ്ച്മെന്റിനനുസരിച്ച് സൈസ്, ആ ഒരു CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സൈസ്, ഇപ്പൊ ചെറിയ ഹോസ്പിറ്റലുകളാണെങ്കിൽ വലിയൊരു CSST ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യം ഉണ്ടാവില്ല. അതേസമയം ഹോസ്പിറ്റലിന്റെ വലിപ്പം അനുസരിച്ച് ഈ CSST ഡിപ്പാർട്ട്മെന്റിന്റെ സൈസും ഒക്കെ എന്ത് ചെയ്യാം? വ്യത്യാസപ്പെടാം അല്ലെ, ഇൻക്രീസ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആ CSST ഡിപ്പാർട്ട്മെന്റ് എത്ര സൈസിലായിരിക്കും, എത്ര വലുപ്പത്തിലായിരിക്കണം, അതുപോലെ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരിക്കണം എന്നുള്ളതൊക്കെ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഓക്കെ, then it should be located as near as possible to the OT and AE department. എന്താണ് AE department? OT എന്താ? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? A&E department എന്താണ്? A&E department ഏതാണ്? പഠിച്ചില്ലേ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വാർഡുകൾ. ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, ഓപ്പറേഷൻ തിയേറ്റർ, വാർഡുകൾ പോലെയുള്ളവരുമായിട്ട് അതിനോടൊക്കെ അടുത്തായിരിക്കണം ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ. ഇത്രയും എന്താണ്? ഓപ്പറേഷൻ തിയേറ്ററിനോടും ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും വാർഡുകളോടും ഒക്കെ കുറച്ച് ലൊക്കേറ്റ് എങ്ങനെയായിരിക്കണം? നിയർ ആയിട്ട് അല്ലെങ്കിൽ തൊട്ട് അടുത്തായിരിക്കണം ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ വരേണ്ടത്. പോസിബിൾ അത് ആ ഒരു സാധ്യമാകുന്ന രീതിയിൽ കേട്ടോ, അവിടുത്തെ ആ ഒരു സ്പേസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും. ഓക്കെ, then the CSST layout should be designed in a unidirectional flow. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ, യൂണിഡയറക്ഷണൽ ഫ്ലോ ആയിരിക്കും. അതായത് ഈ CSST ഡിപ്പാർട്ട്മെന്റിന്റെ ലേഔട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് ഷുഡ് ബി ഡിസൈൻഡ്. എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഇനെ യൂണിഡയറക്ഷണൽ ഫ്ലോ. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ഡയറക്ഷനിൽ മാത്രം. ഓക്കെ, ഇപ്പൊ എന്താണ്? ഒന്നിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക്, അവിടെ നിന്ന് നേരെ അടുത്ത ഏരിയയിലേക്ക്, അല്ലാതെ അവിടെ നിന്ന് തിരിച്ച് എന്താണ്? തിരിച്ച് ആ പോയിരിക്കുന്ന അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന ആ ഒരു ഏരിയയിലേക്ക് തിരിച്ചു വരവില്ല. അതാണ് ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അത് യൂണിഡയറക്ഷണൽ ഫ്ലോ ഇനി വരുന്ന ഭാഗത്തേക്ക് നമുക്ക് ക്ലിയർ ആക്കി വിടാം. ഓക്കെ, ഇൻ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം നിലകളുള്ള ബിൽഡിങ്സ്, അങ്ങനെയുള്ള ബിൽഡിങ്സ് ആണെന്നുണ്ടെങ്കിൽ CSST may be formed in the lower floor right under the OT. CSST എവിടെയായിരിക്കണം വരേണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴത്തെ നിലയിലായിരിക്കണം CSST വരേണ്ടത്. പെർപെൻഡിക്കുലർ മൂവ്മെന്റ്. എന്താണ് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറയുന്നത്? ലംബമായിട്ടുള്ളത് അല്ലെങ്കിൽ കുത്തനെയുള്ള അല്ലെങ്കിൽ നേരെയുള്ള അതിന്റെ ഒരു മൂവ്മെന്റ്.
will be the swift possible movement of മെറ്റീരിയൽസ്. എന്താണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്? വേഗത്തില്. അപ്പൊ ആ ഒരു മെറ്റീരിയൽസ് ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ പോലെയുള്ളവ, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എന്താണ് പെട്ടെന്ന് വളരെ അത്യാവശ്യമായിട്ട് എക്യുപ്മെന്റ്സുകൾ അല്ലെ, സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആവശ്യമായിട്ട് വരുന്ന ഏരിയകളാണ്. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസിൽ പെട്ടെന്ന് അവിടെ നിന്ന് വേഗത്തില് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പെർപെൻഡിക്കുലർ അവിടെ ഒരു നേരെ തന്നെ നമുക്ക് പെട്ടെന്ന് താഴെ തൊട്ട് ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് താഴെയാണ്, തൊട്ട് താഴത്തെ നിലയിലാണ് ഈ ഒരു CSST ഡിപ്പാർട്ട്മെന്റ് ഉള്ളതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മുകളിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നേരെ നമുക്ക് ആ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യാം? സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എപ്പോഴും മൾട്ടി സ്റ്റോറിഡറിൽ ഒരു ഒന്നിലധികം നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ട് താഴെയുള്ള നിലയിലായിരിക്കണം എന്ത് പറയേണ്ടത്? CSST പറയേണ്ടത്. അതുവഴി നമുക്ക് നേരെയുള്ള ആ ഒരു മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് സാധ്യമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഡിസൈനിങ് ഓഫ് CSST എന്താണ് പറഞ്ഞത്? ആ CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ സൈസ്, അതിന്റെ ആ ഒരു വലിപ്പവും അതിന്റെ ഒരു ലൊക്കേഷനും ഒക്കെ എന്തിനെ വ്യത്യാസപ്പെട്ടിരിക്കും? ഹോസ്പിറ്റൽ മാനേജ്മെന്റിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കാം. ഇനി അത് എന്തിനോടൊക്കെ അടുത്തായിരിക്കണം എന്നാണ് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിനോടും അതുപോലെ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിനോടും വാർഡിനോടും ഒക്കെ സാധ്യമായിട്ടുള്ള ഒരു അകലത്തില് അടുപ്പം നിയർ ആസ് പോസിബിൾ എത്രത്തോളം സാധ്യമായിട്ടുണ്ട് അടുത്ത് വെക്കാൻ പറ്റുമോ അതിനനുസരിച്ച് അവിടെ എന്ത് ചെയ്യുക? അത് ലൊക്കേഷൻ അറേഞ്ച് ചെയ്യുക. Then the CSST layout should be designed in a unidirectional flow. ഒരു യൂണിഡയറക്ഷണൽ ഫ്ലോയിലായിരിക്കും CSSTയുടെ രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. യൂണിഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പറയാം കേട്ടോ, അതാണ് നെക്സ്റ്റ് വരുന്നതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇൻ മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ്, ഒരു ഒന്നിലധികം നിലകളുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ CSST ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിലോട്ടാണ് അല്ലെ, അത്യാവശ്യമായിട്ട് വേണ്ടതായതുകൊണ്ട് തന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ താഴത്തെ നിലയിലായിരിക്കണം CSST ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് വേഗത്തില് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് നേരെ നമുക്ക് ഒരു CSST ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് ഇങ്ങനെയുള്ള വേഗത്തിലുള്ള മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കണം ഈ CSST ഡിപ്പാർട്ട്മെന്റ്, തൊട്ട് താഴത്തെ നിലയിലായിരിക്കണം ഈ CSST ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിയേ, ജനറൽ CSST ഡിസൈൻ കോൺസെപ്റ്റ്. ആ ഒരു CSST ഡിസൈനിന്റെ കോൺസെപ്റ്റ് ഇവിടെ പറഞ്ഞല്ലോ, യൂണിഡയറക്ഷണൽ ഫ്ലോയിലാണ് ഇവിടെ CSSTയുടെ ഡിസൈൻ ഉള്ളത്. അപ്പൊ നോക്കി, ഒരു ജനറൽ ആയിട്ടുള്ള CSST ഡിസൈൻ കോൺസെപ്റ്റ് ആണ് കേട്ടോ. അത് 3 സോൺ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കി, ഫസ്റ്റ് വൺ സോയിൽഡ് സോൺ. എന്താണ് സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാല്? നമ്മൾ ലോണ്ടറി ഒക്കെ പഠിച്ചതല്ലേ സോയിൽഡ് സോൺ. സോയിൽഡ് എന്ന് പറഞ്ഞാൽ എന്താ സോയിൽഡ് ഒന്ന് പറഞ്ഞേ, മറന്നുപോയോ? അതെ, മലിനമായിട്ടുള്ള അല്ലെങ്കിൽ അഴുക്ക് പിടിച്ച അല്ലെ മലിനമായിട്ടുള്ള വസ്തുക്കൾ വരുന്ന ആ ഒരു ഭാഗമാണ്. അതായത് ഇപ്പൊ CSSTയിലേക്ക് എന്തായിരുന്നു ഈ ഒരു സോയിൽഡ് സോണിലാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉപയോഗിച്ചതായിട്ടുള്ള എക്യുപ്മെന്റ്സ് വന്ന് സ്റ്റോർ ചെയ്ത് അല്ലെങ്കിൽ ആ എക്യുപ്മെന്റ്സിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സോണാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. അപ്പൊ അവിടേക്ക് എല്ലാ സാധനങ്ങളും മലിനമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സും എത്തിക്കഴിഞ്ഞു. ഇനി അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ആരോ മാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ആരോ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? റിപ്ലൈ ചെയ്ത് കാണാൻ. ഓക്കെ, അപ്പൊ നോക്കിയേ, സോയിൽഡ് സോണിൽ നിന്ന് ഒരു ആരോ കൊടുത്തിരിക്കുന്നത് ഇങ്ങോട്ടാ ക്ലീൻ സോണിലേക്ക്. ക്ലീൻ സോണിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ക്ലീൻ സോണിലേക്ക്, അപ്പൊ ഈ സോയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സോയിൽഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉള്ള ആ ഒരു ഏരിയയിൽ നിന്നും അത് നേരെ തിരിച്ചെങ്ങോട്ടാ പോണേ? ക്ലീൻ ചെയ്യുന്ന ഏരിയയിലോട്ടാണ് അല്ലെ, ക്ലീൻഡ് സോണിലോട്ടാണ് പോകുന്നത്. അപ്പൊ അവിടെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളും ഇതിനിടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തിരിച്ചത് ക്ലീൻ സോണിലേക്ക് വന്നു. എന്നാൽ അവിടെ നിന്ന് തിരിച്ച് അതുപോലെ തന്നെ ക്ലീൻ സോണിൽ നിന്നും അത് എങ്ങോട്ടാ പോയിരിക്കുന്നത്? സ്റ്റെറൈൽ സോണിലേക്ക്. ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്നത് എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. ആ ഒരു സോണാണ് സ്റ്റെറൈൽ സോൺ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ആരോ എന്ന് പറയുന്നത് ഒറ്റ ഡയറക്ഷനിലോട്ടല്ലേ പോയിരിക്കുന്നത്? നോക്കി, ഒരു ഒറ്റ ഡയറക്ഷനിലേക്കല്ലേ പോയിരിക്കുന്നത്. അതാണ് യൂണി ഡയറക്ഷണൽ
ഫ്ലോ എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ തിരിച്ച് സ്റ്റെറൈൽ സോണിൽ നിന്ന് തിരിച്ചിട്ട് എന്ത് ചെയ്യുന്നില്ല, ക്ലീൻ സോണിലേക്കോ സോയിൽഡ് സോണിലേക്കോ ഈ ഐറ്റംസ് തിരിച്ചു വരുന്നില്ല. അപ്പൊ ഇവിടെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, CSSD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില് ഐറ്റംസ് റിസീവ് ചെയ്യാനായിട്ടൊരു എന്താണ് ഒരു വിൻഡോ ഉണ്ടാവും. ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. ആ റിസീവ് ചെയ്യുന്ന ഏരിയയിൽ ആ ഒരു ഐറ്റം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരോ സെക്ഷനിലേക്ക് അല്ലെങ്കിൽ ഓരോരോ ഏരിയയിലേക്ക്, ക്ലീൻ ചെയ്യുന്ന ഏരിയയിലേക്ക്, അത് കഴിഞ്ഞ് സ്റ്റെറിലൈസ് ചെയ്യുന്ന ഏരിയയിലേക്കൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പോയി അവസാനം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് മറ്റൊരു ഏരിയയിൽ നിന്നായിരിക്കും. ആ ഒരു ഐറ്റം റിസീവ് ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കില്ല ഡിസ്ട്രിബ്യൂഷനും വരിക. ഐറ്റം റിസീവ് ചെയ്യുന്ന ഏരിയ വേറെ ആയിരിക്കും. അവിടെ നിന്ന് ഓരോ ഏരിയയിലേക്കും എന്ത് ചെയ്യുന്നു, കൈമാറ്റം ചെയ്ത് പ്രോസസ്സിംഗ് ചെയ്തതിനു ശേഷം അത് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു കൗണ്ടർ എന്ന് പറയുന്നത് വേറെ കൗണ്ടർ ആയിരിക്കും. അപ്പൊ ഇത് തിരിച്ച് മിക്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് സോയിൽഡ് ആയിട്ടുള്ളതും അതുപോലെ സ്റ്റെറിലൈസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തമ്മിൽ ഒരു മിക്സിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോയില് ഈ ഐറ്റംസിന്റെ ആ ഒരു പ്രോസസ്സിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നിങ്ങൾ മനസ്സിലായോ ആ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്താണെന്നുള്ളത്. ഇനി അതിനിടയിൽ ഒരു ബാരിയർ ഉണ്ട്, കണ്ടോ, ഒരു ബാരിയർ വെച്ചിരിക്കുന്ന. ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ, തടസ്സം അല്ലെ. അതായത് സോയിൽഡ് സോണിൽ നിന്ന് ക്ലീൻ സോണിലേക്ക് എത്തിയ ഐറ്റംസ് തിരിച്ചെന്ത് ചെയ്യാൻ പാടില്ല, സോയിൽഡ് സോണിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള ഒരു മിക്സിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്താണെന്നുള്ളത് മനസ്സിലായോ? ക്ലിയർ ആയെങ്കിൽ ഒന്ന് കമ്പിടാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കി, ഇനി ആ ഒരു ഡിസൈനിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ശ്രദ്ധിക്കുക, പ്ലാനിങ് ഓഫ് CSSD. അപ്പൊ CSSDയുടെ പ്ലാനിങ് എങ്ങനെയാണ്, ഈ ഒരു ജനറൽ CSSD ഡിസൈൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആ ഒരു പിക്ചർ വെച്ചിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതിയേ. നോക്കിയേ, the materials or items from tainted and germ-free areas should not get mixed. ഇപ്പൊ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ്, അവിടെ വരുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഐറ്റംസ് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഉപയോഗിച്ചതായിട്ടുള്ള മലിനമായിട്ടുള്ള ഐറ്റംസ് അല്ലേ വരുന്നത്. അപ്പൊ ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെയുള്ള ടൈൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലിനമായിട്ടുള്ള ഐറ്റംസും അതുപോലെ തന്നെ ജേം ഫ്രീ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കും, സ്റ്റെറിലൈസ്ഡ് ആയിരിക്കും അല്ലെ. ജേം ഫ്രീ എന്ന് പറയുമ്പോൾ അവിടെ എന്താ, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ ജേംസ് ഒന്നും ഇല്ലാത്തതായിട്ടുള്ള, അത് ഒഴിവാക്കിയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള മലിനമായിട്ടുള്ളതും എന്താണ്, സ്റ്റെറിലൈസ് ചെയ്ത് മലിനമാക്കാത്തതും അല്ലെങ്കിൽ എന്താണ് പറയാ, സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയതുമായിട്ടുള്ള ഐറ്റംസ് തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല, മിക്സ് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമ്പോ മിക്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ കോൺസെപ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. There should be physical fencing between soiled, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. ഫിസിക്കൽ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ബാരിയർ അല്ലെങ്കിൽ ഒരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. നമ്മൾ കണ്ടില്ലേ, സോയിൽഡ് സോണിനിടയിൽ ഒരു സോയിൽഡ് സോണിനും ക്ലീൻ സോണിനും ഇടയിൽ ഒരു ബാരിയർ ഉണ്ട് അല്ലെങ്കിൽ ഒരു തടസ്സമുണ്ട്. അതാണ് ഫിസിക്കൽ ഫെൻസിംഗ് എന്ന് പറയുന്നത് കേട്ടോ, തടസ്സം. അല്ലെങ്കിൽ ക്ലീൻ സോണിനും സ്റ്റെറൈൽ സോണിനും ഇടയ്ക്ക് എന്താണ്, ഒരു ബാരിയർ അല്ലെങ്കിൽ തടസ്സമുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. There should be a physical fencing between soiled, ക്ലീൻ ആൻഡ് സ്റ്റെറൈൽ സോൺ. സോയിൽഡ് ആയിട്ടുള്ളവരുടെ ഇടയിലും ക്ലീൻ ആയിട്ടുള്ളവരുടെ ഇടയിലും അതുപോലെ തന്നെ സ്റ്റെറൈൽ സോൺസിന്റെ ഒക്കെ ഇടയിലായിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ബാരിയർ ഉണ്ടായിരിക്കും. Okay, so that the risk of cross infection spread is reduced. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബാരിയേഴ്സ് വെക്കുന്നത്? So that the risk of cross infection, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെയുള്ള മൈക്രോബ്സ് സ്പ്രെഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സോൺ കഴിയുമ്പോഴും ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, the floor should be smooth. ഇനി അവിടുത്തെ ആ ഒരു ഫ്ലോറിംഗ് എങ്ങനെയാണെന്നാണ്. ഫ്ലോർ എങ്ങനെയായിരിക്കണം, സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആയിരിക്കണം. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താ, തെന്നിപ്പോവാത്ത രീതിയിലുള്ളതായിരിക്കണം. ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറിംഗ് ആയിരിക്കണം ചെയ്യേണ്ടത്. The clean area should be sustained at positive pressures. ആ ക്ലീൻഡ് ആയിട്ടുള്ള ഏരിയയിൽ അവിടെ എന്താണ്, ജേം ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം അല്ലെ. ഡിക്കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഏരിയ ഒരു പോസിറ്റീവ് പ്രഷർ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അവിടെ നിലനിർത്തുക.
The area of work should be made of marble, granite or stainless steel ആയിരിക്കണം. ആ വർക്ക് ചെയ്യുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർബിൾ കൊണ്ടോ ഗ്രാനൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടോ നിർമ്മിക്കാം. Sterilization must be arranged for autoclaving by steam as well as by gas. ഇനി ആ ഒരു സ്റ്റെറിലൈസേഷൻ ഏരിയ, ആ ഒരു ഏരിയ എങ്ങനെയാ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മസ്റ്റ് ബി അറേഞ്ച്ഡ് ഫോർ ഓട്ടോക്ലേവിംഗ്. സ്റ്റീം എന്താ? നീരാവി അല്ലെ? നീരാവി ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓട്ടോക്ലേവിംഗ് വഴി സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അല്ലെങ്കിലോ ഗ്യാസ് ഉപയോഗിച്ചിട്ടും സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അത് നമുക്ക് സ്റ്റെറിലൈസേഷൻ പഠിക്കുന്ന ഓട്ടോക്ലേവ് എന്തൊക്കെയാണ്, ഓട്ടോക്ലേവിംഗ് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ഫർദർ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സ്റ്റെറിലൈസേഷൻസ് ഓട്ടോക്ലേവിംഗ് വഴി നമുക്ക് സ്റ്റീം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ നീരാവി ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവിംഗ് വഴി സ്റ്റെറിലൈസേഷൻ ചെയ്യും. ഓട്ടോക്ലേവ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ് കേട്ടോ. സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ നമുക്ക് പഠിക്കാനുണ്ട്, അതെങ്ങനെ വിശദമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിലോ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ നടത്താം. അത് മാത്രം ഇപ്പൊ നടന്നു നോക്കിയാൽ മതി. നമുക്കത് പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം കേട്ടോ. അപ്പൊ പ്ലാനിങ് ഓഫ് CSST എന്താ പറഞ്ഞത്? ആ ഒരു യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ് അല്ലെ? അപ്പൊ അതിനനുസരിച്ച് 3 സോണുകളായിട്ട് അത് തിരിച്ചിട്ടുണ്ട്. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ആ സോയിൽഡ് സോണിനും ക്ലീൻ സോണിനും സ്റ്റെറൈൽ സോണിന്റെ ഒക്കെ ഇടയ്ക്കായിട്ട് ഫിസിക്കൽ ഫെൻസിങ് അല്ലെങ്കിൽ ബാരിയേഴ്സ് ഉണ്ടായിരിക്കും. എന്താണ്? അതൊരു തടസ്സമാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു ഏരിയയിലേക്ക് ഈ മൈക്രോബ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ആവുന്നത് തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ ഫെൻസിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല? സോയിൽഡ് ആയിട്ടുള്ള ഐറ്റംസും ക്ലീൻ ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ തമ്മിലൊന്നും മിക്സ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ കണ്ടാമിനേറ്റഡ് ഐറ്റംസ് വേറെ ഏരിയ സോണിലായിരിക്കും. കണ്ടാമിനേഷൻ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ ജേം ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു? മറ്റ് സോണിലായതുകൊണ്ട് തന്നെ അവിടെ ഇൻഫെക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫെക്ഷൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നത്? ക്രോസ് കണ്ടാമിനേഷൻ പോലുള്ള ഇത് നടക്കാതിരിക്കാനായിട്ട് നമുക്ക് അത് അങ്ങനെയുള്ള ചെയ്യുന്നത് വഴി കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ അതെന്താ പറയുന്നത്? അടുത്ത ഒരു ഫ്ലോറിംഗ് എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആയിരിക്കണം, തെന്നിപ്പോവാത്ത രീതിയിൽ പവർഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അവിടെ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആ ഒരു ക്ലീൻ ചെയ്യുന്ന ഏരിയയിൽ നിലനിർത്തുക. അതുപോലെ തന്നെ ആ ഒരു ഏരിയ വർക്ക് ചെയ്യുന്ന ആ ഒരു വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് മാർബിൾ ഉപയോഗിച്ചോ ഗ്രാനൈറ്റുകൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലുകൾ ഉപയോഗിച്ചോ ഒക്കെ നിർമ്മിക്കാം. ഇനി ആ ഒരു സ്റ്റെറിലൈസേഷൻ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്റ്റീം ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവ് സ്റ്റീം എന്ന് പറയുന്ന അല്ലെങ്കിൽ നീരാവി ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നത് വഴി നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിലോ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാം. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം കേട്ടോ. ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ആണ് വർക്ക് ഫ്ലോ ഓഫ് CSST-യുടെ വർക്ക് ഫ്ലോ. അപ്പൊ അതെന്ത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ ഈ ഒരു ഇതിൽ നിന്ന് ആ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കാണിച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗമൊക്കെ വിട്ടുപോയിട്ട് നിങ്ങളോട് ഫില്ല് ചെയ്യാനൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ അത് ഓരോന്നും ആരോ മാർക്ക് കൊടുത്ത് ജസ്റ്റ് താഴേക്ക് ആരോ മാർക്ക് കൊടുത്ത് എഴുതി ഒന്ന് പഠിച്ചേക്കാം കേട്ടോ ഈ ഒരു കാര്യം. അതുപോലെ തന്നെ അടുത്ത് വരുന്ന ഓർഗാനോഗ്രാമും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു ഓരോ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഏതാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ അതിനുള്ളിൽ ആ പേര് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ളിലുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റും. അപ്പൊ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചോദിക്കാനുള്ള ഭാഗമാണ്. അതുകൊണ്ട് ഒന്ന് കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിച്ചേക്കാം കേട്ടോ. അപ്പൊ നോക്കി ഫസ്റ്റ് വൺ റെസിപ്റ്റ്. നമ്മളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതിയെ. റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ആ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞല്ലോ എന്താണ്? റിസീവ് ചെയ്യുന്ന ഏരിയയും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഏരിയയും രണ്ടും രണ്ടാണ്. അപ്പൊ ഈ ഒരു CSST-യിലേക്ക് ഐറ്റംസ് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കില്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. രണ്ട് ഏരിയ ആയിട്ടാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. അത് മിക്സ് ചെയ്ത കണ്ടാമിനേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഒരു ഡിപ്പാർട്ട്മെന്റ് അതിലൊരു റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ആ റിസീവ് ചെയ്യുന്ന ഏരിയയില് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന ഐറ്റംസിന് എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. അപ്പൊ റിസീവ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഐറ്റംസ് ആണ് വന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഓരോന്നും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നോക്കി, റിസീവ് ചെയ്യുന്ന ഏരിയയില് റെസിപ്റ്റ് എന്ന് പറയുന്നത് റിസീവ് ചെയ്യുന്ന ഏരിയയില് ഐറ്റംസ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന ഐറ്റംസിനെ എന്ത് ചെയ്യുന്നു? സ്വീകരിച്ച് അല്ലെങ്കിൽ റിസീവ് ചെയ്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് എന്താ? റിൻസ് ചെയ്യുക. എന്താണ് റിൻസിങ് എന്ന് പറഞ്ഞാല്? എന്താ റിൻസിങ്? റിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? തരംതിരിക്കുകയാണോ റിൻസിങ്?
റിൻസിങ് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞേ? റിൻസിങ് കഴുകുക അല്ലെ? കഴുകലാണ് റിൻസിങ് കേട്ടോ. കഴുകുക. അതിനുശേഷം എന്താ ചെയ്യുക? ഈ റെസീപ്റ്റ് ചെയ്യുന്ന സമയത്ത് തരം തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ റിൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് ജസ്റ്റ് വെറുതെ ഒന്ന് കഴുകി അല്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇപ്പൊ അതെ കുതിർത്തിടുക എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴുകുക, അതാണ് റിൻസിംഗിൽ വരുന്നത്. അതിനുശേഷം വരുന്ന ഒരു ഏരിയ ആണ് ക്ലീൻ ചെയ്യുന്നു. അപ്പൊ അവിടെ ക്ലീനിങ് സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഡിസ്ഇൻഫെക്ഷൻസും അല്ലെങ്കിൽ ഡിറ്റർജന്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നേരെ ഇപ്പൊ സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ ഇതിൽ കറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതൊക്കെ നല്ല പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ ബ്രഷസ് പോലെയുള്ളവയൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം വരുന്നത് എന്താ, ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നത്, അവിടെ ഡ്രൈയിങ് നടത്തുകയാണ്. അപ്പൊ ക്ലീനിങ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആ വന്നിരിക്കുന്ന ഉപകരണങ്ങൾ എന്ത് ചെയ്യുന്നു, എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കും ക്ലീനിങ്ങില്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ക്ലീൻ ചെയ്തതായിട്ടുള്ള ഐറ്റംസ് ഡ്രൈ ചെയ്യുന്നു അല്ലെങ്കിൽ എന്താ ചെയ്യാ, ഉണക്കുന്നു, ഡ്രൈ ചെയ്യുന്നു. ഇനി അതിനുശേഷം ആ ഉണങ്ങിയതായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യുന്നു, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്, അത് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ എന്താ ചെയ്യുക, ട്രേ അസംബ്ലിങ് ചെയ്യുമ്പോൾ ഒരു ട്രേയില് പാക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു, വെക്കുന്നുണ്ട്. അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതില്. അപ്പോ ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്, അതൊരു ട്രേയില് അറേഞ്ച് ചെയ്ത് വെച്ച് ഏതൊക്കെ ഐറ്റംസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വന്നത്, അതുപോലെ ഒരുപോലെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്ന ഒരുപോലെയുള്ള ഐറ്റംസ് ഒക്കെ സോർട്ട് ചെയ്തെടുത്ത് എന്ത് ചെയ്യുന്നു, അത് പാക്ക് ചെയ്ത് അത് ഓരോ ട്രേകളിലായിട്ട് ചെക്ക് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കും. അതാണ് ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ് എന്ന് പറയുന്നത്. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നു. അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്, ഒന്നില്ലെങ്കിൽ ഓട്ടോക്ലേവ് പോലെയുള്ള സ്റ്റീം ഉപയോഗിച്ചിട്ട് ഓട്ടോക്ലേവിംഗ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടും എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്റ്റെറിലൈസേഷൻ നമ്മൾ കഴിയുമ്പോൾ എന്താണ്, പൂർണ്ണമായിട്ടും അത് അണുവിമുക്തമായി, ആ ഒരു വന്നിരിക്കുന്ന എക്യുപ്മെന്റ് പൂർണ്ണമായിട്ടും അണുവിമുക്തമായി. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, ലേബലിംഗ് ചെയ്യുന്നു. ലേബലിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്നാണ് ഇത് ഓട്ടോക്ലേവ് അല്ലെങ്കിൽ എന്നാണ് ഇത് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, അതുപോലെ എത്ര ദിവസം വരെ ഇത് എക്സ്പയറി ഡേറ്റുകൾ ഉണ്ടാവും, എത്ര ദിവസം വരെ ഇത് സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് എത്ര ദിവസം വരെ ഇത് ഇരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതാക്കാൻ വേണ്ടിയിട്ട് എന്താണ് അവിടെ ആ സ്റ്റെറിലൈസേഷൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഡേറ്റും അതുപോലെ അവിടുത്തെ ആ ഒരു എക്സ്പയറി ഡേറ്റ് ഒക്കെ ലേബലിംഗ് ചെയ്യുന്നത് വഴി ഉണ്ടായിരിക്കും. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ, അതാത് ഡിപ്പാർട്ട്മെന്റിലോട്ട് ഏതൊക്കെ ഐറ്റംസ് ആണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് എന്ത് ചെയ്യുന്നു, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു, അത് വിതരണം ചെയ്യുന്നു. കിട്ടിയോ? ഫസ്റ്റ് പറയുന്നത് റെസീപ്റ്റ് ആണ്, അതായത് റിസീവ് ചെയ്യുന്ന ഒരു ഏരിയയാണ്. രണ്ടാമതായിട്ട് വരുന്നത് എന്താ, റിൻസിങ്. റിൻസിങ് അല്ലെങ്കിൽ കഴുകുക. അതിനുശേഷം ക്ലീൻ ചെയ്യുന്നു, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യും. അത് ബ്രഷും അതുപോലെ ഡിറ്റർജൻസ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ക്ലീൻ ചെയ്തെടുക്കുന്നു. അതിനുശേഷം അത് ഡ്രൈ ചെയ്യുന്നു. അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലോട്ടും ഏതൊക്കെയാണ് വേണ്ടതെന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് അത് പാക്ക് ചെയ്ത് ട്രെയിൽ എന്ത് ചെയ്യുന്നു, അസംബിൾ ചെയ്ത് വെക്കുന്നു, ഒരുമിച്ച് ട്രെയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ നടത്തുന്നു. സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലേബലിംഗ് ചെയ്യുന്നു. അവിടെ ആ ഒരു ലേബലിംഗ് ചെയ്യുമ്പോൾ ആ സ്റ്റെറിലൈസേഷൻ ചെയ്തതായിട്ടുള്ള ഡേറ്റ്, ടൈം, അതുപോലെ തന്നെ എത്ര ദിവസം അത് എക്സ്പയറി ഡേറ്റ് ഒക്കെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. നെക്സ്റ്റ് വൺ ആണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ വിതരണം ചെയ്യുന്നു. കിട്ടിയോ ഇത്രയും പോയിന്റ്? ഈ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിലായോ? അത് ആ ഒരു ഫ്ലോയില് അതേപോലെ തന്നെ ആരോ എഴുതി പഠിച്ചിരിക്കണം കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഒന്നില്ലെങ്കിൽ ആ ഒരു ഫ്ലോ ചാർട്ടിന്റെ ആ ഒരു ഇത് അറേഞ്ച് ചെയ്യാനായിട്ട് തരാം, കറക്റ്റ് ആയിട്ടുള്ളവ സെലക്ട് ചെയ്യാനായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഇതിനിടയിലുള്ളത് ചിലപ്പോ റെസീറ്റും റിൻസിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ചിലപ്പോ ഒരു ഡാഷ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡ്രൈയിങ് ആണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഫില്ല് ചെയ്യാനായിട്ടും തരാറുണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് കണ്ടിട്ടുള്ളത്. നെക്സ്റ്റ് നോക്കി, ഓർഗാനോഗ്രാം. ഓർഗാനോഗ്രാം നമ്മളിപ്പോ 2-3 ഡിപ്പാർട്ട്മെന്റുകളിൽ പഠിച്ച കാര്യമാണ് അല്ലെ. ഓർഗാനോഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നോക്കി, ഓർഗാനോഗ്രാമിൽ വരുന്ന ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നു, ഒരു 5 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഒന്ന് കഴിഞ്ഞ് ഏതാണ് പറയുന്നത് എന്റെ ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആ ഓർഡർ തെറ്റിച്ച് തരാം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരാളുടെ നടുക്കുള്ള ഏതെങ്കിലും ഒരാളുടെയോ അല്ലെങ്കിൽ ഇടയിലുള്ളതോ അല്ലെങ്കിൽ ലാസ്റ്റ് ഉള്ള ആരുടെയൊക്കെ എന്തെങ്കിലും ഫില്ല് ചെയ്യാനായിട്ടോ ഒക്കെ ചോദിക്കാറുണ്ട്.
ഫസ്റ്റ് നോക്കി ആരാണ് ഏറ്റവും മുകളിലായിട്ട് വരുന്നത് ഓർഗനോഗ്രാമില്? CSST ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ. CSSTയുടെ ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ ആണ് ഹെഡ് ആയിട്ട് വരുന്നത്. അതിന് കീഴിൽ അവരുടെ കീഴിൽ വരുന്ന ആളുകളാണ് CSST ടെക്നീഷ്യൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ CSST ടെക്നീഷ്യൻസ് വന്നു. അതിനുശേഷം CSST ടെക്നീഷ്യൻസിന് കീഴിലായിട്ട് വരുന്നവരാണ് CSST അസിസ്റ്റൻസ്. CSST അസിസ്റ്റൻസിന് കീഴിലായിട്ട് വരുന്നവരാണ് ക്ലർക്സ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ. സ്റ്റോർ കീപ്പർ എന്നാണ് കേട്ടോ. പി അല്ല, O ആയിട്ട് കിടക്കുന്നത് കേട്ടോ. സ്റ്റോർ കീപ്പർ എന്നാണ്. ഓക്കെ, അതിന് കീഴിലായിട്ട് വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്. അപ്പൊ ആരാണ് വരുന്നത്? ഫസ്റ്റ് CSST ഇൻചാർജ് അല്ലെങ്കിൽ മാനേജർ. അവരുടെ കീഴിലായിട്ട് വരുന്നവരാണ് CSST ടെക്നീഷ്യൻസ്. അതിന് കീഴിലായിട്ട് വരുന്നവരാണ് CSST അസിസ്റ്റൻസ്. അതിന് കീഴിലായിട്ട് വരുന്നവരാണ് ക്ലർക്സ് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പേഴ്സ്. അതിന് കീഴിലായിട്ട് വരുന്നവരാണ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾ. അപ്പൊ ഇപ്പൊ CSST അസിസ്റ്റൻസിന് കീഴിൽ വരുന്നത് ആരാണ്? അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ ക്ലർക്കിന് കീഴിൽ വരുന്നത് ആരാണ്? അല്ലെങ്കിൽ CSST ഇൻചാർജ് അല്ലെങ്കിൽ മാനേജറിന് കീഴിൽ വരുന്ന ആരാണെന്നുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് അങ്ങനെ മെയിൻ ആയിട്ടും ഈ ഒരു ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ് കേട്ടോ. ഓർഗനോഗ്രാമിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ ഈ വർക്ക് ഒക്കെ വെച്ച് ബന്ധപ്പെട്ടും വരാറുള്ളത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് രണ്ടും ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് ജസ്റ്റ് അതിന്റെ ആരോ ഇട്ട് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSST. CSSTയിലെ ഫങ്ഷണൽ ഏരിയാസ്. ഇതൊന്നും മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫങ്ഷണൽ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. CSSTയിലെ പ്രധാനമായിട്ടും പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് നടക്കുന്ന ഒരു ഏരിയയാണ് ഫങ്ഷണൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് പഠിക്കുമ്പോഴും അവിടെ പ്രധാനമായിട്ടും ഫങ്ഷൻ ചെയ്യുന്ന ഏരിയാസ് നമ്മൾ പഠിക്കാറില്ലേ? അപ്പൊ ഇവിടെയും ഫങ്ഷണൽ ഏരിയാസ് CSSTയിലെ പഠിക്കാനുണ്ട്. അതിൽ ഒരു 6 ഫങ്ഷണൽ ഏരിയ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് എന്താണെന്ന് അതിനുള്ളിൽ വരുന്ന മെയിൻ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ബൈഹാർട്ടൊന്നും ചെയ്ത് പഠിക്കണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്നത് റിസീവിംഗ് ഏരിയ. അങ്ങനെ 6 ഫങ്ഷണൽ ഏരിയ ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് റിസീവിംഗ് ഏരിയ, സെക്കൻഡ് വൺ ആണ് ക്ലീനിങ് ഏരിയ, തേർഡ് വൺ ആണ് പാക്കിംഗ് ഏരിയ, ഫോർത്ത് വൺ സ്റ്റെറിലൈസിംഗ് ഏരിയ, ആൻഡ് ഫിഫ്ത് വൺ സ്റ്റോറേജ് ഏരിയ, ആൻഡ് സിക്സ്ത് വൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഈ ഏരിയയുടെ ആ ഒരു ഓർഡർ മാറിപ്പോവരുത്. അല്ലേ? അപ്പൊ റിസീവിംഗ് ഏരിയ കഴിഞ്ഞാൽ ഏത് ഏരിയ ആണ് വരുന്നത്? ഫങ്ഷണൽ ഏരിയയിൽ ഏത് ഏരിയ വരുന്നത് എന്ന് വെച്ചാൽ ഏതാണ്? ക്ലീനിങ് ഏരിയ ആണ്. അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ റിസീവിംഗ് ഏരിയ കഴിഞ്ഞ് ക്ലീനിങ് ഏരിയ ആണ് വരുന്നത്. ക്ലീനിങ് ഏരിയ കഴിഞ്ഞാൽ പാക്കിംഗ് ഏരിയ ആണ് വരുന്നത്. പാക്കിംഗ് ഏരിയ കഴിഞ്ഞാൽ സ്റ്റെറിലൈസിംഗ് ഏരിയ ആണ് വരുന്നത്. അതിനുശേഷം വരുന്ന ഏരിയ ആണ് സ്റ്റോറേജ് ഏരിയ. അതിനുശേഷം സ്റ്റോറേജ് ഏരിയയിൽ നിന്നും അത് നേരെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് പോകുന്നു. അതൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചാൽ മതി. ആ 6 ഏരിയയുടെ ആ ഒരു ഫ്ലോ അല്ലെങ്കിൽ അത് ഒന്നിൽ നിന്നും ഏതിലേക്കാണ്, അടുത്ത ഏരിയ ഏതാണ് എന്നുള്ള ആ ഒരു ഓർഡർ മാറിപ്പോവരുത് കേട്ടോ. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. റിസീവിംഗ് ഏരിയ. റിസീവിംഗ് ഏരിയ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ പറയുന്നത്. കുറച്ച് വ്യത്യാസം, ചില പോയിന്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. റിസീവിംഗ് ഏരിയ. അപ്പൊ റിസീവിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാനമായിട്ടും അതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയല്ലോ. നമ്മൾ ആ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും വരുന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. അത് തന്നെയാണ് ആ ഏരിയയിൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നോക്കി, ഐറ്റംസ് യൂസ്ഡ് ഫ്രം സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ ആർ ട്രാൻസ്ഫർഡ് ടു CSST ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. എന്താ പറയുന്നത്? സെവറൽ ഡിപ്പാർട്ട്മെന്റ്സ്, ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഐറ്റംസ്, അവർ ഉപയോഗിച്ചതായിട്ടുള്ള ഐറ്റംസ്, ഉപയോഗിച്ചതായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നു? ആ ട്രാൻസ്ഫർ ടു CSSTയിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ക്ലീനിങ് ആൻഡ് സ്റ്റെറിലൈസേഷൻ. ആ വസ്തുക്കൾ ഉപയോഗിച്ചതായിട്ടുള്ള ആ എക്യുപ്മെന്റുകൾ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെറിലൈസേഷൻ നടത്തണം. അതിനു വേണ്ടിയിട്ട് ഈ CSST ഡിപ്പാർട്ട്മെന്റിലോട്ട് സെവറൽ ഡിപ്പാർട്ട്മെന്റ്, മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുമുള്ള ഐറ്റംസിന്റെ യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. ആ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ആ ഒരു ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക? ഈ റിസീവിംഗ് ഏരിയയിലാണ് സ്വീകരിക്കുന്നത് അല്ലെ? Preferably, the items which get stained with blood or body fluid should be decontaminated with sodium hypochlorite solution in the user department
itself before sending to CSST. ഇനി ഇവിടെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കറിയാം റിസീവിംഗ് ഏരിയക്ക് വരുന്നത് എവിടെ നിന്നുള്ള ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചതായിട്ടുള്ള ഐറ്റംസ് ആണ്, എക്യുപ്മെന്റ്സുകളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീനിങ്ങിനും സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ട്. ഇത്രയും കിട്ടിയോ? ഇനി അവിടെ ക്ലീനിങ്ങും സ്റ്റെറിലൈസേഷനും ഈ ഒരു ഐറ്റംസ് ഇങ്ങോട്ട് കൊടുക്കുമല്ലോ, അതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്റർ അവിടെയാണ് ഉപയോഗിച്ചതായിട്ടുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉപയോഗിച്ചതാണ് നമ്മൾ ഈ ഒരു CSST ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അത് ട്രാൻസ്ഫർ ചെയ്ത് CSST കൊടുക്കുന്നതിന് മുൻപായിട്ട് ആ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ആ യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനാണ്. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതൊന്നും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചേക്കാം. പ്രിഫറബിളി ദ ഐറ്റംസ് വിച്ച് ഗെറ്റ് സ്റ്റെയിൻഡ്. ഇപ്പൊ ഈ ഒരു ഉപയോഗിക്കുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ഇങ്ങനെയുള്ള ഐറ്റംസ് ഉപയോഗിക്കുമ്പോൾ അത് എന്താവുന്നുണ്ട്? സ്റ്റെയിൻഡ് ആവുന്നുണ്ട് അല്ലെ, കറ പറ്റുന്നുണ്ട്. എന്തുപയോഗിച്ചിട്ടാണ്? ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ വഴി സ്റ്റെയിൻഡ് ആവുന്നുണ്ട്. കറ പറ്റുന്നില്ലേ ഈ എക്യുപ്മെന്റ്സില്? അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്യുപ്മെന്റുകൾ ഷുഡ് ബി ഡീകണ്ടാമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് എന്ത് ചെയ്യുക? അണുവിമുക്തമാകൽ ശുചീകരണം നടത്തുക. ഡീകണ്ടാമിനേറ്റഡ് വിത്ത് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസ്. അതെന്താണ് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. എന്ത് ഉപയോഗിച്ചിട്ടാണ് ആ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ ഡീകണ്ടാമിനേഷൻ നടത്തുന്നത്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഇൻ ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ്സെൽഫ്. യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാ? ആ എക്യുപ്മെന്റ് ഉപയോഗിച്ച ഡിപ്പാർട്ട്മെന്റ് ഏതാണോ അതാത് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ എന്ത് ചെയ്യുക? ഡീകണ്ടാമിനേഷൻ ചെയ്യുക. ഏത് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യേണ്ടത്? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്തിരിക്കണം. ഇറ്റ്സെൽഫ് ബിഫോർ സെൻഡിങ് ടു CSST. CSST എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് സെൻഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യുക? ആ ഉപയോഗിച്ചതായിട്ടുള്ള ഐറ്റംസ് ഡീകണ്ടാമിനേഷൻ ചെയ്യുക. അതെങ്ങനെയുള്ള ഐറ്റംസ് ആണ്? പ്രധാനമായിട്ടും ഇപ്പൊ കറ പറ്റിയതായിട്ടുള്ള സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ, ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ പോലെയുള്ളവ സ്റ്റെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതുപോലെ കറയായിട്ടുള്ള ഐറ്റംസ് ഒക്കെ എന്തായാലും നിർബന്ധമായിട്ടും അതാത് ഡിപ്പാർട്ട്മെന്റുകൾ എന്ത് ചെയ്യണം? സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻസിൽ ഉപയോഗിച്ചത് എന്ത് ചെയ്യുക? ഡീകണ്ടാമിനേഷൻ നടത്തിയിരിക്കണം. അതെപ്പോഴാണ്? ഈ CSST അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ഇത് ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയാ? ആ കൊണ്ടുപോകുന്ന വ്യക്തികൾക്കൊക്കെ പോകുന്ന വഴിയിലൊക്കെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാതിരിക്കാനുള്ള ഒരു കൺട്രോൾ മെഷർ ആയിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കി, ദ അക്സെപ്റ്റിംഗ് ഏരിയ ഓഫ് CSST. ഇനി ഈ CSST ഈ ഒരു ഐറ്റം എത്തി, ഇങ്ങനെയുള്ള ഡീകണ്ടാമിനേഷൻ കഴിഞ്ഞു, അവരത് അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്തു, ഈ ഒരു CSST ഏരിയയിലേക്ക് എത്തി. Accepting area of CSST should have entry to outside through a window with a counter. അപ്പോ ഈ ഒരു CSST-യില് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, ആ അക്സെപ്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് should have an entry to outside. പുറത്തു നിന്നുള്ള ഒരു എൻട്രി, പുറത്തുനിന്ന് വരുന്ന ഐറ്റംസിന് അകത്തേക്ക് കടത്തി വിടാനായിട്ടുള്ള ഒരു എൻട്രി വേണമല്ലോ. അവിടെ ആ ഒരു എൻട്രി ഉണ്ട്. ത്രൂ എ വിൻഡോ. എന്തിലൂടെയാണ്? ഒരു വിൻഡോ ഉണ്ടാവും വിത്ത് എ കൗണ്ടർ. ഒരു കൗണ്ടറും അതിനൊരു വിൻഡോവും ഉണ്ടായിരിക്കും. അതിലൂടെയാണ് പുറത്തുനിന്ന് വരുന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നത്? അകത്തേക്ക് സ്വീകരിക്കുന്നത്. അപ്പൊ ആ ഒരു കൗണ്ടർ, വിൻഡോ ഉള്ള ആ ഒരു കൗണ്ടറിലൂടെയാണ് ഈ ഐറ്റംസ് സ്വീകരിക്കുക. അപ്പൊ ആ ഒരു ഐറ്റംസ് സ്വീകരിക്കുക, അല്ലാതെ ഓപ്പൺ ആയിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഒന്നും അല്ല കേട്ടോ. CSST ഏരിയ വളരെ കൺട്രോൾ ചെയ്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടി എന്താണ്, പുറത്തുനിന്ന് ആൾക്കൊന്നും പെട്ടെന്ന് അങ്ങനെ കയറാനോ കാര്യങ്ങളോ പെർമിഷനും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ കൊണ്ടുവരുന്ന ഐറ്റംസ് അത് അകത്തേക്ക് സ്വീകരിച്ച് വെക്കാനായിട്ട് അവിടെ ഒരു കൗണ്ടറും ഒരു വിൻഡോ ഉണ്ടായിരിക്കും. കൗണ്ടർ ഉണ്ടാവും, അതിനോടൊപ്പം ഒരു വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോയിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഐറ്റംസ് സ്വീകരിച്ച് വെക്കുന്നത്. ഓക്കെ, then the item should be counted and received. അതുപോലെ തന്നെ വരുന്ന ആ ഒരു ഐറ്റംസ് ആ കൗണ്ടറിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യും. എത്ര എണ്ണമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഐറ്റംസ്, ഇന്ന എത്ര എണ്ണം ഓരോന്നും ഉണ്ട് അതുള്ളത് കൗണ്ട് ചെയ്യും, അത് എണ്ണും. അതിനുശേഷം അത് എന്ത് ചെയ്യും? റിസീവ് ചെയ്തതിനെ സ്വീകരിച്ച് വെക്കും.
Okay, then subsequently the instruments are examined and unsharpened instruments are sorted out or disposed of. ഇനി ഇങ്ങനെയുള്ള അതിനുശേഷം എന്ത് ചെയ്യുക, ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും അല്ലെങ്കിൽ പരിശോധിക്കും. അങ്ങനെ പരിശോധനകൾക്ക് വിധേയമായി കഴിയുമ്പോൾ പരിശോധിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എക്യുപ്മെന്റ് പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്തതായിട്ടുള്ള, അതാണ് അൺഷാർപ്പൻഡ് ഇൻസ്ട്രുമെന്റ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പിന്നീട് ഇപ്പോൾ ലൈഫ് പോലെയുള്ള ഒത്തിരി എക്യുപ്മെന്റ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെയൊക്കെ മൂർച്ച പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെയൊക്കെ തുമ്പൊക്കെ വളർന്നിരിക്കുക, അതായത് പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്ന ഐറ്റംസ്, അതാണ് അൺഷാർപ്പൻഡ് എന്ന് പറയുന്നത് കേട്ടോ. മൂർച്ച കുറവുള്ളതോ അല്ലെങ്കിൽ അതിന്റെ അറ്റം ബെൻഡ് ആയിട്ടുള്ളവയോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ അത് എന്ത് ചെയ്യുന്നു, ആർ സോർട്ടഡ് ഔട്ട് അല്ലെങ്കിൽ ഡിസ്പോസ്ഡ് ഓഫ്, അത് എന്ത് ചെയ്യുന്നു, തരംതിരിച്ച് വേർതിരിച്ചതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു, അത് ഉപേക്ഷിക്കും. ഇതാണ് ഡിസ്പോസ് ചെയ്യും അല്ലെങ്കിൽ ഉപേക്ഷിക്കും. അതിനുശേഷം ബാക്കിയുള്ളവ നെസസറി എൻട്രീസ് ഓഫ് ദ അക്സെപ്റ്റഡ് ഐറ്റംസ് ആർ മെയ്ഡ് ഇൻ ദ റെക്കോർഡ്സ്. അതിനുശേഷം വളരെ അത്യാവശ്യമായിട്ടുള്ള എൻട്രീസ്, അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, ഇങ്ങനെയുള്ള ഉപയോഗശൂന്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, തരംതിരിച്ച് അത് ഉപേക്ഷിക്കും. അതിനുശേഷം അക്സെപ്റ്റഡ് ആയിട്ടുള്ളവ മാത്രം എന്ത് ചെയ്യുന്നു, അവിടെ ഏതൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് എന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനുശേഷം അത് എന്ത് ചെയ്യുന്നു, ആഫ്റ്റർ വേർഡ്സ് ഐറ്റംസ് ആർ ട്രാൻസ്ഫർ ടു ക്ലീനിങ് ഏരിയ. അതിനുശേഷം അത് ഏത് ഏരിയയിലേക്ക് കൊടുക്കും, ക്ലീനിങ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ ഫസ്റ്റ് റിസീവിംഗ് ഏരിയയിൽ എന്തൊക്കെയാ പറഞ്ഞത് നമ്മള്, റിസീവിംഗ് ഏരിയയിൽ ഏതൊരു ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചതായിട്ടുള്ള ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് ഈ CSSD ഡിപ്പാർട്ട്മെന്റിലോട്ടാണ്. ഈ CSSD ഡിപ്പാർട്ട്മെന്റിൽ അത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് ക്ലീൻ ചെയ്യാനും അതിനെ സ്റ്റെറിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഇത്രയും കിട്ടിയോ? ഇനി അതിനുശേഷം അതിന് മുൻപായിട്ട് ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിന് മുൻപായിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റാണോ ആ എക്യുപ്മെന്റ് ഉപയോഗിച്ചത് അതാത് ഡിപ്പാർട്ട്മെന്റുകൾ അത് എന്ത് ചെയ്യണം, ബ്ലഡ് സ്റ്റെയിൻഡ് ആവുന്നുണ്ട് അല്ലെ, ബ്ലഡോ മറ്റു ബോഡി ഫ്ലൂയിഡ്സോ ഒക്കെ ഉപയോഗിച്ച് സ്റ്റെയിൻഡ് ആയിട്ടുള്ള ഐറ്റംസ്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക, ഡീകണ്ടാമിനേഷൻ ചെയ്യണം. അങ്ങനെ ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡീകണ്ടാമിനേഷൻ ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് CSSDയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇനി ആ ഒരു CSSDയുടെ ഈ ഐറ്റംസ് വരുന്നത് അത് അക്സെപ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരിക്കും, അതിനൊരു വിൻഡോ ഉണ്ടായിരിക്കും. ആ വിൻഡോയിലൂടെ, ആ കൗണ്ടറിന്റെ ആ ഒരു വിൻഡോയിലൂടെയാണ് നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്. ഇനി ആ സ്വീകരിക്കുന്ന സമയത്ത് ഏതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ഏതൊക്കെ ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് എത്ര എണ്ണം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൗണ്ട് ചെയ്യും അല്ലെങ്കിൽ എണ്ണും. അതിനുശേഷമാണ് അത് റിസീവ് ചെയ്ത് അല്ലെങ്കിൽ സ്വീകരിച്ചു വയ്ക്കുന്നത്. ഇനി ആ സമയത്ത് തന്നെ ആ കൗണ്ടറിൽ വെച്ച് തന്നെ അത് എന്ത് ചെയ്യുന്നു, അതൊന്ന് എക്സാമിൻ ചെയ്യും. വന്നിരിക്കുന്ന ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പരിശോധനകൾ നടത്തിയതിനു ശേഷം അൺഷാർപ്പൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞതായിട്ടുള്ളവയോ അല്ലെങ്കിൽ അതിന് തുമ്പൊക്കെ ബെൻഡായിട്ടിരിക്കുന്നവയൊക്കെ ഉണ്ടാവും അല്ലെ, പിന്നീട് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്നവയൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻസ്ട്രുമെന്റ്സിനെയൊക്കെ സോർട്ട് ഔട്ട് ചെയ്യും അല്ലെങ്കിൽ തരംതിരിച്ചതിന് ശേഷം ഡിസ്പോസ് ചെയ്യും, അത് ഉപേക്ഷിക്കും. ബാക്കിയുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, അതിന് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് എന്ത് ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്ത് വെക്കും. റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം അത് എന്താ ചെയ്യുക, ഐറ്റംസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് ക്ലീനിങ് ഏരിയയിലേക്ക് കൊടുക്കുന്നു. കിട്ടിയോ റിസീവിംഗ് ഏരിയ? ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? അത്രയും കിട്ടിയോ റിസീവിംഗ് ഏരിയ? ഓക്കെ, നെക്സ്റ്റ് ക്ലീനിങ് ഏരിയ ആണ്. അപ്പൊ ക്ലീനിങ് ഏരിയയിൽ എന്ന് പറയുന്നത് റിസീവിംഗ് ഏരിയയിൽ നമ്മൾ പറഞ്ഞു നേരെ ക്ലീനിങ് ഏരിയയിലേക്ക് കൊടുക്കും അല്ലെ. ക്ലീനിങ് ഏരിയയിൽ വരുമ്പോൾ അത് എന്താ ചെയ്യുന്നത്, ഈ എക്യുപ്മെന്റ്സ് ഒക്കെ വളരെ നീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു അഴുക്കോ കാര്യങ്ങളോ കറയോ ഒന്നുമില്ലാതെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക അല്ലെ. അതിൽ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെന്താ പറ്റുക, അത് ഡിസ്ഇൻഫെക്ഷൻ ആവുന്നില്ല അല്ലെ, കാരണം ശീകരണം പൂർണ്ണമായിട്ടും ആവാത്തത് കൊണ്ട് തന്നെ ക്ലീനിങ് ഏരിയയിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് അത് ക്ലീൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതൊന്നില്ലെങ്കിൽ നമുക്ക് മാനുവലി ചെയ്യാം, അതായത് നമ്മൾ കൈകൾ ഉപയോഗിച്ച് മനുഷ്യനിർമ്മിതമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ മാനുവലി സ്വമേധയാ അല്ലെ, സ്വമേധയാ കഴുകാം. അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻസ് ഉപയോഗിച്ചിട്ടും
ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ 2 ഓപ്ഷൻ ആണ് ക്ലീനിങ് ഏരിയയിൽ ഉള്ളത് കേട്ടോ. ഒന്നില്ലെങ്കിൽ മാനുവലി എന്ന് പറഞ്ഞാൽ സ്വമേധയ, അല്ലെങ്കിൽ മനുഷ്യര് നമ്മളിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നില്ലേ, നമ്മൾ സ്വന്തമായിട്ടല്ലേ ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യ നിർമ്മിതമായിട്ട്, അല്ലെങ്കിൽ മനുഷ്യരെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് സ്വമേധയ ചെയ്യുന്ന കാര്യമാണ്. ഇനി മറ്റേതാണെങ്കിലോ മെഷീൻസ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. അത് ഓരോ ഹോസ്പിറ്റൽസിന്റെ അവിടുത്തെ ആ ഒരു ഫെസിലിറ്റി കാര്യങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ. ചിലത് മാനുവൽ ആയിട്ടായിരിക്കും ചെയ്യുന്നത്, ചിലത് മെഷീൻ ഉപയോഗിച്ചിട്ട്. എല്ലാ ഐറ്റംസ് ചിലപ്പോൾ മെഷീൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, മാനുവലി ചെയ്യും. ഓക്കെ, സ്വമേധയായും ചെയ്യും. അങ്ങനെ 2 രീതിയിൽ നമുക്ക് ഈ ക്ലീനിങ് ഏരിയയിൽ ഐറ്റംസിനെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഇൻസ്ട്രുമെന്റ്സ് ആർ ക്ലീൻഡ് എയ്തർ മാനുവലി ഓർ ബൈ യൂസിങ് മെഷീൻസ്. ഇനി ഇവിടെ മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത്, ഈ സ്വമേധയ ചെയ്യുന്നതെങ്കിൽ അതിനവിടെ വാട്ടർ സപ്ലൈ ആവശ്യമാണ് അല്ലെ. ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് വാട്ടർ സപ്ലൈ വേണം, വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ വേണം. അതുപോലെ ബ്രഷസ് ഓഫ് മെനി സൈസസ് ആൻഡ് ഷെയ്പ്സ് ആർ നീഡഡ് ഇൻ ദ ഏരിയ. അവിടെ ബ്രഷുകൾ അല്ലെ, അത് ക്ലീൻ ചെയ്യണമെങ്കിൽ പല ചിലപ്പോൾ വലിയ എക്യുപ്മെന്റ്സ് ഉണ്ടാവും, ചിലപ്പോൾ ചെറിയ എക്യുപ്മെന്റ്സ് ആവും. അപ്പൊ അതിന്റെയൊക്കെ ഉള്ളിലേക്ക് കയറാനും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലീൻ ചെയ്യാനും വേണ്ടിയിട്ട് പല സൈസിലും പല ഷേപ്പിലും ഉള്ള ബ്രഷസ് അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ഡിറ്റർജന്റുകൾ ആവശ്യമാണ്, വാട്ടർ സപ്ലൈയും ആവശ്യമാണ്. എങ്ങനെയാണ്, മാനുവലി വാഷ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, മറ്റൊരു മെഷീൻ ഉപയോഗിച്ചും ചെയ്യാൻ നമ്മൾ പറഞ്ഞല്ലോ. ആ മെഷീന്റെ പേരാണ് അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ. ആ ഒരു മെഷീന്റെ പേരാണ് അൾട്രാസോണിക് വാഷർ. ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് കേട്ടോ അൾട്രാസോണിക് വാഷർ മെഷീൻ, വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. സർജിക്കൽ ഉപകരണങ്ങൾ അല്ലെങ്കിൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്ന മെഷീൻ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാറുണ്ട് കേട്ടോ. ആ ഒരു മെഷീന്റെ പേര് എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻസി. ഇതിൽ നിന്ന് ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു മെഷീൻ. ആ സൗണ്ട് വേവ്സ് എന്ത് ചെയ്യുന്നു, ഇൻടു മെക്കാനിക്കൽ വൈബ്രേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ മെക്കാനിക്കൽ ഒരു വൈബ്രേഷൻ വരുമ്പോൾ എന്താണ്, ആ ഒരു വെള്ളത്തിൽ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ദാറ്റ് മേക്ക് സ്മോൾ ബബിൾസ് ഉണ്ടാവും അല്ലെ. ഒരു വെള്ളം കിടന്ന് വൈബ്രേറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവിടെ ബബിൾസ് ഉണ്ടാവുമല്ലോ. ആ ബബിൾസ് ഇയുള്ള എക്യുപ്മെന്റ്സിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ മെഷീൻസ് ടൂൾസിന്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യും, അത് ബേഴ്സ് ദ ഇന്റേണൽ സർഫസ് ഉള്ളിൽ പോയി തട്ടുകയും അതുവഴി ആ ടൂൾസിനുള്ളിലുള്ള എല്ലാ വേസ്റ്റ് പാർട്ടിക്കിൾസിനെയും റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതിങ്ങനെ കുറച്ച് സ്പീഡിലാണ് അത് ചെയ്യുന്നത് കേട്ടോ. മെഷീൻ അങ്ങനെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു സ്പീഡിൽ അതുപോലെ ഉള്ളിൽ പോയി തട്ടി അതിന്റെ ആ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്ത് കളയുന്നു. ഇതാണ് 2 രീതിയിലുള്ള ക്ലീനിങ് പ്രോസസ് എന്ന് പറയുന്നത്. ഒന്ന് മാനുവലും ചെയ്യാൻ പറ്റും, മറ്റത് മെഷീൻസ് ഉപയോഗിച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെയുള്ള ടൂൾസ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, മാനുവൽ ആയിക്കോട്ടെ മറ്റ് മെഷീൻസ് ആയിക്കോട്ടെ, അത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് എന്ത് ചെയ്യുന്നു, ഓവൻ ഡ്രയറിൽ വെച്ച് ഡ്രൈ ചെയ്യും. അതിനുശേഷം പാക്കിംഗ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ ഇത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നുകൂടി ഡിസ്കസ് ചെയ്തിട്ട് പോവാം കേട്ടോ. ഇത്രയും ആ റിസീവിംഗ് ഏരിയ വരെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് വരാം കേട്ടോ. ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.